ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നോട്ട് എപ്പിസോഡ് 7ലേക്ക് സ്വാഗതം. 6ൻ്റെ അവസാനം നമ്മൾ കണ്ടിരുന്നു ഓങ്സിൻ നഗിനും തമ്മിലുള്ള ഇൻറ്റിമേറ്റ് സീൻസ് ആയിരുന്നു. ദെൻ അതിന് ശേഷം പിറ്റത്തെ ദിവസം നമ്മുടെ ഫ്ലേട്ടിംഗ് ആണ് രണ്ടുപേരും തമ്മിൽ. നമ്മുടെ നഗിൻ ശരിക്കും ഓങ്സിനെ ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അങ്ങനെ നഗിൻ ചോദിക്കുകയാണ്, നമുക്കിത് ഒഫീഷ്യലാക്കിയാലോ ചോദിക്കുമ്പോഴത്തേക്കും ഓങ്സ് പറയും, അല്ലെങ്കിൽ ഞാൻ വേണ്ടാന്ന് പറയുമോ ചോദിക്കും. പക്ഷേ ഓങ്സിക്ക് സംശയം, കാരണം നിൻ്റെ ഫാമിലിയൊക്കെ എതിരാവില്ലേ, അവർ സമ്മതിക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയണം, ഞാൻ വേറെ ഒന്നും നോക്കുന്നില്ല, എനിക്ക് നീ വേണം, ഞാനത് മാത്രമേ നോക്കുന്നുള്ളൂ എന്നൊക്കെ പറയും. അങ്ങനെ ഭയങ്കര സ്വീറ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ വീണ്ടും നെഗിൻ ടീസ് ചെയ്യുന്നുണ്ട്. ഓഹ്, നിൻ്റെ മേളിൽ ഈ പാട് മുഴുവൻ ഞാൻ കാരണമാണല്ലോ ചോദിക്കുമ്പോഴത്തേക്ക് ഓങ്സയ്ക്ക് ദേഷ്യം വരികയാണ്. ഒന്നും മിണ്ടാതിരിക്കുക എന്നൊക്കെ ചോദിക്കും. അപ്പം നെഗിൻ പറയും, കുറേ നാൾക്ക് ശേഷം ഞാൻ ഒരാളോട് ഇത്രയും അടുക്കുന്നേ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഓങ്സയ്ക്ക് നമ്മുടെ ഫാത്സയ്ക്കുണ്ടായ അതേ ജലസ് വരും. കാരണം ഷീന പവൻ ചോദിക്കും, ഓ അപ്പം നീ വേറെ ആൾക്കാരുമായിട്ട് ബന്ധമൊക്കെ ഉണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നെഗിൻ പറയും, അങ്ങനെയല്ല, കാരണം അവനൊരു ആൽഫയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവൻ്റെ ആവശ്യങ്ങളുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ, പക്ഷെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത് ഓങ്സേനെ എന്നൊക്കെ പറയും. അങ്ങനെ അവരുടെ ഒരു റൊമാൻറ്റിക് സീൻസാണ് കേട്ടോ അവിടെ കാണിക്കുന്നത്. ദെൻ എഗെയിൻ നമ്മൾ നേരെ പോകുന്നത് ഫാത്സയുടെയും നഗുൻ്റെ അടുത്തേക്കാണ്. നഗുൻ ഫാത്സേനെ നെസ്റ്റിൽ കിടത്തി ഉറക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഫാത്സ എഴുന്നേക്കുവാണ്. പിന്നെ ആസ് യൂഷ്വൽ രണ്ടുപേരുടെയും ഭയങ്കര ഒരു ഇൻറ്റിമേറ്റ് സീൻസാണ്, പറയാൻ പറ്റൂല. നിങ്ങൾ നേരിട്ട് കണ്ടാൽ തന്നെയാണ് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി അറിയാൻ പറ്റുള്ളൂ. പക്ഷേ വളരെ നന്നായിട്ട് തന്നെ പോർട്രേ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ഇൻറ്റിമസിക്ക് ശേഷം പിന്നെ രണ്ടുപേരും ഇങ്ങനെ ഭയങ്കര ഫ്ലേർട്ട് ചെയ്ത് സംസാരിച്ച് കിടക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ നഗുൻ ഫാത്സയുടെ വയറിലുമയ്ക്കുമ്പോഴത്തേക്കും ഫാത്സ പറയും, എനിക്കത് ഭയങ്കര ഇക്കിളിയാവെന്ന് പറയുമ്പോൾ അവൻ പറയും, ഞാൻ എൻ്റെ കുട്ടിക്കാണ് ഉമ്മ കൊടുത്തേ പറയുമ്പോഴത്തേക്കും അവനാകെ ഷോക്കാവും. നീ എന്താ പറയുന്നേ ചോദിക്കും. അപ്പോൾ നഗുൻ പറയും, നീ പ്രഗ്നൻ്റ് ആണെന്ന് പറയും. അപ്പോൾ ഇവൻ, ഞാനോ, ഞാനിങ്ങനെ നീ എന്തൊക്കെയാ പറയുന്നത് ചോദിച്ചിട്ട് അവൻ ആകെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി പോകും ഫാത്സ. അപ്പം നവീൻ പറയും, നിനക്ക് ഭയങ്കര വൊമിറ്റിംഗ് ഉണ്ടായിരുന്നു, തലകറക്കം ഉണ്ടായിരുന്നു, ഇതെല്ലാം അതിൻ്റെ ലക്ഷണമെന്നാണ് പറയുന്നതെന്നൊക്കെ പറയും. അപ്പോൾ വീണ്ടും ശരിക്കും ഞാൻ പ്രഗ്നൻ്റ് ആണോ? അപ്പോഴത്തേക്കും വീണ്ടും കൂടുതൽ ഡീപ്പായിട്ട് നമ്മുടെ നഗുൺ ഓരോന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും ഫാത്സയ്ക്ക് ആകെ നാണക്കേടായി തുടങ്ങി. ഫാത്സ പറയും, ഇല്ല ഞാനൊരാണല്ലേ, ഞാൻ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കും. അപ്പം നഗുന് ചിരി വരുന്നുണ്ട്, കാരണം ഇപ്പോഴും ഫാത്സയ്ക്ക് അവനൊരു ഒമേഗയാണെന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് നമുക്ക് ശരിക്കും മനസ്സിലാവും. അപ്പം നമ്മുടെ നഗുൺ പറയണം, നമുക്ക് എന്തായാലും ഒന്ന് പോയി ചെക്ക് ചെയ്യാമെന്നൊക്കെ പറയണം. അപ്പോൾ ഫാത്സ പറയണം, ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവൻ ചോദിക്കും, ഇതെന്താ ഈ ചുറ്റുമുള്ളതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മുടെ നഗുൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഇതാണ് നെസ്റ്റിങ്. നെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെസ്റ്റ് പോലെ, ഒരു കൂട് പോലെ, ഇതിൻ്റെ ഉള്ളിലാണ് മിക്കതും ഒമേഗ ഡെലിവറി വരെയും കിടക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ അവരുടെ പാർട്ട്ണറിൻ്റെ സ്മെല്ലുണ്ടായിരിക്കും, ആ ഡ്രസ്സുകളൊക്കെ വെച്ച് നെസ്റ്റ് പോലെ പണിയും. അപ്പോൾ അതിനാണെന്ന് പറയും. അപ്പോൾ ഫാസ്റ്റ് ചോദിക്കും, അപ്പം ഞാൻ എത്ര നാളിവിടെ ഇരിക്കേണ്ടി വരും അങ്ങനെയാണെങ്കിലും ചോദിക്കും. അപ്പോൾ പറയും, ഒരു 9 മാസം വരയ്ക്കും. അത് കേൾക്കുമ്പോഴത്തേക്കും ഫാത്സ ആകെ ഷോക്കാണ്, കാരണം ഫാത്സയ്ക്ക് ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ശരിക്കും ഇതൊരു പക്ക ഒരു ആൽഫ ഒമേഗ കഥയാണ് കേട്ടോ പറയുന്നത്. നഗുൻ എന്നിട്ട് ഫാത്സയുടെ കൈ ചേർത്ത് പിടിക്കും, അവനെ സമാധാനിപ്പിക്കുന്ന രീതിക്ക്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി പോകാൻ നേരത്ത് അമ്മ ചോദിക്കും, നിങ്ങൾ എങ്ങടെ പോണേ ചോദിക്കുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് പറയുമ്പോഴത്തേക്കും അമ്മ, അയ്യോ എന്ത് പറ്റി മോനെ, എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കും. അപ്പം നഗുൻ പറയും, എല്ലാവരെയും അവൻ സ്പീക്കർ വെച്ച് പറയുന്നുണ്ട് കേട്ടോ, അല്ല അങ്ങനെ ഒരു സംശയം അതുകൊണ്ടാന്നൊക്കെ പറയും. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം, നിങ്ങൾ പോയി ചെക്ക് ചെയ്തിട്ട് വായോ, ഞാൻ ഒരു ഗ്രാൻഡ്മ ആവോ എന്നൊക്കെ അറിയട്ടെ ചോദിക്കും. അപ്പോഴത്തേക്ക് ഇത് കേട്ടിട്ട് അച്ഛൻ വരും. അപ്പം അച്ഛന് കാര്യം മനസ്സിലായിട്ടില്ല, എന്താണ് ഇവിടെ ഒരു ഒമേഗയ്ക്ക് വയ്യാന്ന് കേൾക്കുമ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ പോവാണ്, നിങ്ങളിങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുക, എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴത്തേക്കും കൊണ്ടുപോടാനല്ലേ എന്നൊക്കെ പറയും. അപ്പോൾ ആൾക്ക് കാര്യം മനസ്സിലായിട്ടില്ല. അപ്പം നഗുൻ പറയും, അച്ഛൻ ഇങ്ങനെ കാര്യം അറിയാതെ സംസാരിക്കരുത്, വെറുതെ വയ്യാതെയായിട്ടല്ല അവനെ കൊണ്ടുപോകുന്നത്, ഒരു പക്ഷെ നിങ്ങൾക്കൊരു ഗ്രാൻഡ് ഫാദർ ആവാനുള്ള യോഗം ഉണ്ടായിരിക്കും എന്ന് പറയും. അപ്പോഴത്തേക്ക് അച്ഛൻ, ശരി ശരി, അങ്ങനെയാണെങ്കിൽ പോയി നീ നോക്ക്, അങ്ങനെയെങ്കിലും വല്ല ഉപകാരം ഉണ്ടാവൂ എന്നുള്ളത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഭയങ്കര ഒരു റൂഡായിട്ട് സംസാരിച്ചിട്ട് പോവുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കും നിരാശയാണ്, കാരണം സ്ട്രെസ്സ് കാരണം വന്നൊരു ഇത് മാത്രമാണ്, വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറയും. അപ്പോഴത്തേക്കും നമ്മുടെ ഫാസിക്ക് ഭയങ്കര സന്തോഷമാവും, പക്ഷെ നഗുൻ ഭയങ്കര ഡെസ്പാവും. അപ്പോൾ ഡോക്ടർ പറയും, ഡെസ്പാവണ്ട, എന്നിട്ട് സമയമൊക്കെ പറഞ്ഞു കൊടുക്കും, എങ്ങനെ എന്തൊക്കെ ആയാലാണ് അങ്ങനൊരു സാഹചര്യം ഉള്ളതെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. പക്ഷെ നമ്മുടെ ഒമേഗയ്ക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ നോട്ട് എന്താണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സീരിയസ്ലി ഗൈസ്, എനിക്കത് മുഴുവൻ ഇവിടെ പറയാൻ പറ്റില്ല, ബിക്കോസ് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്ട്രൈക്ക് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ നോട്ട് എന്താണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും നഗുൻ വേഗം ഫാത്സയുടെ കൈ പിടിക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ ഓങ്സ അവൻ്റെ റെസ്റ്റോറൻറ്റിൽ എത്തുന്നത്. അപ്പം നൈൽ ഇങ്ങനെ കളിയാക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. നൈൽ അവിടെ നൈൽ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, രാത്രി എവിടെയായിരുന്നു, രാവിലെ അവിടെ നിന്ന് പോരാൻ പറ്റിയുള്ളൂ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഓങ്സ ഒന്നും അറിയാത്ത പോലെ, അതെനിക്ക് കുറേ തിരക്കുണ്ടായിരുന്നു, ഞാൻ അവിടെ ആയിരുന്നു ഇവിടെ ആയിരുന്നു എന്നൊക്കെ പറയും. അപ്പം നൈൽ കളിയാക്കും. നൈൽ പറയും, ഓ ശരി ശരി, കഴുത്തിലൊക്കെ എന്താന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവൻ്റെ മേലെ കംപ്ലീറ്റ് മാർക്കാണല്ലോ. അപ്പോൾ ഓങ്സ അത് ഇതൊക്കെ പറഞ്ഞ് ഒഴിയാൻ നോക്കും, പക്ഷേ കാര്യമില്ല, നൈലിന് കാര്യം മനസ്സിലാവും. അപ്പം നൈൽ പറയും, അധികം ചുറ്റിപ്പറ്റി നിൽക്കണ്ടെന്ന് പറയും.
അപ്പോൾ അങ്സ പറയും, നീ നീ ചെല്ല്, ഇവിടെ ഇനി ആൾക്കാരൊക്കെ വരാനുള്ളതാ, മര്യാദയ്ക്ക് പോയിട്ട് കാര്യങ്ങൾ നോക്കാൻ പറയും. ഇതേ സമയത്ത് ദേ നമ്മുടെ ചെക്കൻ വീണ്ടും സൈ ഇട്ടിട്ട് ഒങ്സേനെ കാണാൻ വരുവാണ്. അപ്പം അവൻ വന്നിട്ട് ഇങ്ങനെ അവൻ ഒരു ഫ്രൂട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. കാരണം ആ ഫ്രൂട്ടിന്റെ സ്മെല്ലാണല്ലോ നഗിനുള്ളത്. അപ്പോൾ ഒങ്സയോട് പറയണം, നീ ഇത് കയ്യിൽ വെച്ചോ, നിനക്ക് ഉറക്കാൻ വേണ്ടിയിട്ട്, ഇനി എപ്പോഴെങ്കിലും എന്നെ സ്മെല് ചെയ്യണം തോന്നുവാണെങ്കിലോ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഫ്ലർട്ടിങ്. ഈശ്വര, ഇവർക്ക് ഇതിന് മാത്രം എവിടുന്നാണോ ഇത്രയും സമയം. അങ്ങനെ ഫ്ലർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഓബിയസ്ലി അവരുടെ ഒരു കിസ്സിങ് സീനൊക്കെ ഉണ്ട്. ദെൻ അങ്ങനെ ഇരിക്കുമ്പോഴേ നമ്മുടെ അവിടേക്ക് നഗുനും ഫാസിയും കൂടി വരികയാണ്. നഗുൻ്റെ മുഖം കണ്ടറിയാൻ ഭയങ്കര വിഷമത്തിലാണ്. അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഭയങ്കര സ്ട്രെസ്സ് കാരണം വന്നിട്ടുള്ള പ്രശ്നമാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് പറയും. അപ്പം നഗിനാണെങ്കിലും ഭയങ്കര വിഷമമുണ്ട്. കാരണം വെച്ചാൽ നഗിനാണെങ്കിലും അവന് നല്ലൊരു അനന്തരവനെ കിട്ടില്ലോ എന്നൊക്കെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ സമാധാനിപ്പിക്കുന്നുണ്ട്, നഗിനോട് പറയേണ്ട സാരമില്ല. അപ്പം നഗിൻ പറയുന്നുണ്ട്, ചേട്ടാ ഇനിയും സമയമുണ്ടല്ലോ, അല്ലെങ്കിലും ഫാത്സ ഒന്ന് പ്രിപ്പയർ ആയിട്ട് വരുന്നല്ലേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് തന്നെയാണ് നല്ലത്, അല്ലെങ്കിൽ ഫാത്സയ്ക്കും ബുദ്ധിമുട്ടാവും എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് അടുത്ത ട്വിസ്റ്റ് നമ്മുടെ ഓങ്സ് അറിയാതെ പറയും, ഏയ് ഫാത്സയ്ക്കൊന്നും അതിന് അങ്ങനത്തെ പ്രശ്നമില്ലല്ലോ, പ്യുവർ ഒമേഗയല്ലേ, അതുകൊണ്ട് എന്തും സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്യുമെന്ന് പറയും. അപ്പോഴാണ് വായേന്ന് പോയി എന്നുള്ളത് ഓങ്സയ്ക്ക് പെട്ടെന്ന് മനസ്സിലാവുക. പെട്ടെന്ന് ഓങ്സ വായ മൂടാൻ നോക്കും, പക്ഷെ അപ്പോഴത്തേക്കും കാര്യം പുറത്തെത്തുമ്പോഴത്തേക്കും നമ്മുടെ നഗിനും രണ്ടുപേരും ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ട് നോക്കും, എന്ത് എന്നുള്ള മട്ടിൽ. അപ്പം നഗൻ ചോദിക്കും, നീ പ്യുവർ ഒമേഗയാണോ ചോദിക്കും. അപ്പോൾ ഇവങ്ങനെ മിണ്ടാതിരിക്കും. എന്നിട്ട് പറയും, എൻ്റെ ഓർഡറാണ്, ഇത് വേറെ ആൾ മറിഞ്ഞു പോകരുതെന്ന് പറയും. അപ്പോൾ നമ്മുടെ നഗുൻ പറയും, ഇല്ല ഞാൻ ഒരാളോടും പറയില്ല. അപ്പോൾ ഓങ്സ പറയും, നിൻ്റെ അച്ഛന് പ്യുവർ ഒമേഗ നോക്കിയിട്ടാണ് നടക്കുന്നത്, നിൻ്റെ അച്ഛൻ ആകെ ബ്ലഡ് ലൈൻ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ, അതായത് അവരുടെ ബ്ലഡ് ലൈനിൽ കുറേ ഇങ്ങനെ എനിഗ്മ ബോയ്സിനെ കൊണ്ടുവരണം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്നെ ഒരിക്കലും എനിക്ക് കിട്ടില്ല. അപ്പം നഗുൻ പറയും, ഒരിക്കലും ഇല്ല, ഞാനും അത് ആഗ്രഹിക്കുന്നില്ല, എൻ്റെ അച്ഛൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു ബ്ലഡ് ലൈനിന് വേണ്ടിയിട്ടാവരുത് നീ, അതുകൊണ്ട് തന്നെ ഞാനൊരിക്കലും പറയില്ല എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ മൊത്തത്തിലൊരു അഗ്രിമെൻറ്റിൽ വരുവാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫാത്സ ആഗ്രഹിക്കുന്നത് അവൻ്റെ അച്ഛൻ ഒരിക്കലും അവൻ ഒരു പ്യുവർ ഒമേഗ ആയതുകൊണ്ട് മാത്രം അവനെ സ്നേഹിക്കരുത് എന്നാണ്. അങ്ങനെ അവിടുന്ന് അവർ പോവുകയാണ്, നഗിനും ഫാത്സയും കൂടിയിട്ട്. അപ്പോൾ പോകുമ്പോൾ ഫാത്സ ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്, കഴുത്തിന് മുഴുവൻ കൊതുക് കടിച്ചിട്ടുണ്ട് കേട്ടോ, ഓയിൽമെൻറ്റ് തേച്ചോളൂ എന്ന് പറഞ്ഞിട്ട് കളിയാക്കുവാണ്. അവർക്ക് കാര്യം മനസ്സിലായി എങ്ങനെയാണ് മാർക്ക് വന്നതെന്നുള്ളത്. ദെൻ ഓങ്സ നമ്മുടെ നഗിനോട് പറയാണ്, നോക്ക് നഗിനെ കണ്ടുപിടിക്ക്, ഇതുപോലെ നീ ഇങ്ങനെ വെറുതെ വന്നിങ്ങനെ എന്നും ഷോപ്പിൽ വന്നിരിക്കാതെ അവനെപ്പോലെ ജോലിക്ക് പോയിക്കൂടെ ചോദിക്കുമ്പോഴത്തേക്കും നഗുനെ പറ്റിയിട്ട് നഗിൻ പറയാണ്, ചേട്ടൻ ഭയങ്കര സംഭവമാണ്, എല്ലാം ലോകത്തുള്ള എല്ലാം സ്വന്തം ഷോൾഡറിലാണ്, അത്രയും ബുദ്ധിമുട്ടുന്നുണ്ട്, അതുപോലെയൊന്നും എനിക്ക് എന്തായാലും ആവാൻ പറ്റില്ല, പക്ഷെ നീ പേടിക്കണ്ട, എൻ്റെ കയ്യിൽ എല്ലാ സേവിങ്സ് ഉണ്ട് നിന്നെ നോക്കാൻ, അതുകൊണ്ട് തന്നെ നീ അതൊന്നും ആലോചിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവനെയും കംഫേർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. മാത്രമല്ല അമിന്ദ്രയുടെയും നമ്മുടെ നഗിൻ്റെ കഥയും പറയുന്നുണ്ട്. അതായത് അമിന്ദ്രയും നഗിനും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ആക്ച്വലി നഗിൻ്റെ അച്ഛൻ അമിന്ദ്രയുടെ അമ്മേനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ അമിന്ദ്രയുടെ അമ്മ ഒരു ബീറ്റി ആയതുകൊണ്ട് മാത്രമാണ് സമ്മതിക്കാതിരുന്നത്. അപ്പോൾ ആ ഒരു വിഷമം എപ്പോഴും അച്ഛനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ ഈ പറയുന്ന ബീറ്റകളോടൊരു ഒരു ഇത് കാണിക്കുന്നത്. പക്ഷേ ഞാനും അവളും തമ്മിൽ അത്രയും ഫ്രണ്ട്സാണ്, അവളൊരു ബീറ്റയാണ്, എന്നിട്ടും അവൾ എത്രയോ നന്നായിട്ടാണ് അവൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അവൾ ഒരിക്കലും അവളുടെ സെക്കൻഡറി ജെൻഡർ വെച്ചിട്ട് അവൾ ഒരിക്കലും നിന്നിട്ടില്ല, ആൽഫയേക്കാളും മേലെയാണ് അവൾ, ആൽഫയായിട്ടുള്ള എന്നെ വരെ അവൾ അടിച്ചു വീഴ്ത്തി എന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ ഓങ്സയ്ക്ക് ഭയങ്കര ഷോക്കാവും, ഓ അങ്ങനെയും പറ്റുമായിരിക്കും. അപ്പോൾ പറയും, അതെ തീർച്ചയായിട്ടും, ഒരിക്കലും നമ്മുടെ സെക്കൻഡറി ജെൻഡർ വെച്ചിട്ട് നമ്മളെ ഒരിക്കലും നോക്കരുതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അവനെ കെയർ ചെയ്യും. ഈ സമയം ഇവരുടെ അച്ഛൻ്റെ അസിസ്റ്റന്റ് വീണ്ടും കുറേ പ്രൂഫ് കൊണ്ട് വരുന്നുണ്ട്. നോക്കുമ്പോൾ ആ പ്രൂഫ് കൊണ്ടൊന്നും പ്യുവർ ഒമേഗ ആരാന്നുള്ളത് മനസ്സിലാവുന്നില്ല. അപ്പോൾ അവൻ പറയണ ഹോസ്പിറ്റലുകാർ അതെല്ലാതും ഇറേസ് ചെയ്ത് കളഞ്ഞു വെച്ചിരിക്കുകയാണ്, ആരെയും അറിയിക്കാതിരിക്കാൻ. അപ്പോൾ ആൾ ചോദിക്കുന്നത്, ഓ ഓ അപ്പോൾ ഇത് വേറെ ആരും കൂടി ഇതിൻ്റെ പിന്നാലെയുണ്ട്, അവരും കൂടി ഇത് അന്വേഷിക്കുന്നതുകൊണ്ടാണ് ഈ പറയുന്ന കാര്യം നമ്മുടെ കയ്യിലെത്താത്തത്. എന്തായാലും നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്, ഞാനും എന്തായാലും കോമ്പറ്റ് ചെയ്യാൻ തന്നെയാണ് ആ പ്യുവർ ഒമേഗയ്ക്ക് വേണ്ടിയിട്ടെന്ന് അച്ഛൻ പറയുകയാണ്. അങ്ങനെ ആ സമയത്തേക്ക് നമ്മുടെ നഗിൻ അവിടേക്ക് വരികയാണ്. അപ്പം നഗിൻ വന്നിട്ട് പറയണം, അച്ഛാ നിങ്ങൾ അങ്ങനെ വെറുതെ എനിക്ക് വേണ്ടിയിട്ടൊരു പ്യുവർ ഒമേഗനെ ഒന്നും അന്വേഷിക്കേണ്ട, ഞാൻ ഒരിക്കലും എനിക്ക് പറ്റില്ല, ഞാൻ വേറെ ആളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴാണ് നമ്മൾ ഞെട്ടുക. അച്ഛൻ പറയും, അറിയാം നീ ഒരു ബീറ്റനെയല്ലേ സ്നേഹിക്കുന്നത്, എന്ന് വെച്ചിട്ട് നീ ഓങ്സേനെയും കല്യാണം കഴിച്ച് ജീവിക്കാം എന്നൊന്നും വിചാരിക്കേണ്ടെന്ന് പറയും. അപ്പോൾ അവൻ ചോദിക്കും, ഓങ്സ ബീറ്റ ഏതാണ് പ്രശ്നമെങ്കിൽ അച്ഛൻ എന്തുകൊണ്ടാണ് ഒരു ബീറ്റയെ സ്നേഹിച്ചത്, അതുകൊണ്ടല്ലേ നഫിച്ച് ഉണ്ടായി ചോദിക്കുകയാണ്. അപ്പോൾ ഈ നഫിച്ചിൻ്റെ അമ്മ എന്ന് പറയുന്നത് വേറൊരു അമ്മയാണ്, അത് ബീറ്റയാണ് ഇനി. അപ്പോൾ അത് പറയുമ്പോഴത്തേക്കും വേഗം നമ്മുടെ ഈ പറയുന്ന അച്ഛൻ അവനെ തല്ലും. എന്താ വെച്ച് കഴിഞ്ഞാൽ അച്ഛന് ഏറ്റവും കൂടുതൽ ഇഷ്ടം നഫിച്ചിൻ്റെ അമ്മയാണെന്നാണ് എനിക്ക് മനസ്സിലായത്.
അപ്പോഴത്തേക്കും നഫീഷ നിർത്താൻ പറഞ്ഞിട്ട് വരും. അപ്പോഴത്തേക്കും അച്ഛൻ പറയും, നീ ഇതിൽ ഇടപെടണ്ടെന്ന് പറയും. അപ്പോൾ ഇവൻ ചോദിക്കും, അതെന്താ? ഓ, ഒരുപക്ഷെ ഞാൻ ഈ ഫാമിലിയിൽ ആരും ആയിരിക്കില്ല അല്ലേ, ഒരു നിമിഷം തോന്നിയ നിങ്ങളുടെ ഒരു ലസ്റ്റിൻ്റെ മാത്രം റിസൾട്ടാണ് ഞാൻ, അതുകൊണ്ടല്ലേ, ഞാനൊരു ട്രൂ ആൽഫ ഇല്ലാത്തതുകൊണ്ടല്ലേ എന്നെ ഇങ്ങനെ പുറത്തേക്ക് ആക്കുന്നേ പറയുമ്പോൾ അച്ഛൻ പറയണത്, നിനക്ക് ആവശ്യമുള്ള കാശ് ഞാൻ തന്നു, എല്ലാം തന്നില്ലേ ചോദിക്കുമ്പോൾ ഇവൻ പറയണം, അതിനപ്പുറം എനിക്ക് എന്താണ് തന്നിരിക്കുന്നത്, ഈ വീട്ടിൽ പോലും എനിക്ക് എന്താണ് സ്ഥാനം എന്ന് പറഞ്ഞിട്ട് അവൻ ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും അച്ഛനും ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ട്, കാരണം അവൻ്റെ കരച്ചിൽ കണ്ടിട്ട്. അങ്ങനെ അവൻ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്, കാറിൽ അവൻ പോവാണ്. അപ്പോൾ ആക്ച്വലി അവൻ്റെ മനസ്സ് നമുക്ക് കാണാം, കാരണം അവൻ്റെ അമ്മ ബീറ്റിയാണ്, അവൻ ആരും ഇല്ലാത്ത പോലെയാണ് വീട്ടിൽ, പക്ഷെ എല്ലാവർക്കും അവനോട് സ്നേഹം ഉണ്ടെന്നുള്ളത് അവന് മനസ്സിലാക്കുന്നില്ല. അങ്ങനെ നഫീഷ് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുകയാണ് ഓരോന്ന് ആലോചിച്ചിട്ട്. അങ്ങനെ അവൻ കരഞ്ഞിട്ട് പോകുന്നതാണ് അടുത്ത സീന്. അവിടുന്ന് നേരെ അവൻ ബാറിൽ വന്നിട്ട് അവിടെ ഒരാളുമായിട്ട് ഭയങ്കര വഴക്കൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതായത് അത്രയും അവൻ ഡെസ്പറേറ്റ് ആവുകയാണ്. ദെൻ അത് കഴിഞ്ഞ് നമ്മുടെ നഗിനും കൂടി സംസാരിച്ചിരിക്കുകയാണ്. അപ്പം നഗിൻ ചോദിക്കുകയാണ്, അച്ഛൻ ആരോടെങ്കിലും സ്നേഹം ഉണ്ടാവുമോ ചോദിക്കുകയാണ്. അപ്പം നഗിൻ പറയും, അച്ഛന് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അച്ഛന് എന്തോ വീട്ടിൽ എനിഗ്മ വേണം, എനിഗ്മ ആണ് എല്ലാറ്റിനും മേലെയുള്ളത്. അപ്പം നഗിനോട് പറയാണ്, നഗൻ നിനക്ക് ഒരു പ്യുവർ ഒമേഗയായിട്ട് മീറ്റ് ചെയ്താൽ മാത്രമേ നിനക്കൊരു എനിമി ഉണ്ടാവുള്ളൂ, അതുകൊണ്ടാണെന്നൊക്കെ പറയും. അപ്പോഴത്തേക്കും നമ്മുടെ നഗൻ ചോദിക്കും, ഓ അതെയോ, അങ്ങനെയാണെങ്കിൽ ഫാസ്റ്റ് അല്ലേ പ്യുവർ ഒമേഗ, ഞങ്ങൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾ സമ്മതിക്കുകയോ ചോദിക്കും. അപ്പം നഗുൻ പറയും, ഒരിക്കലും ഇല്ല, നീ ആലോചിക്കുക പോലും വേണ്ടെന്ന് പറയും. ആക്ച്വലി അത് നഗുൻ ചുമ്മാ ടീസ് ചെയ്യണതാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു ഫോൺ വരുമ്പോഴത്തേക്കും നമ്മുടെ നഗിനും കൂടി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, വേറെ എവിടെയല്ല, പോലീസ് സ്റ്റേഷനിലാണ്. എല്ലാ പ്രാവശ്യത്തെയും പോലെയാണ് നമ്മൾ വിചാരിക്കും, പക്ഷേ ഇപ്രാവശ്യം ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആണ് കേസ്. അപ്പോഴത്തേക്കും നമ്മുടെ നാഫിസിനെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നഗിനും കൂടി ആർഗ്യൂ ചെയ്യുന്നുണ്ട്, ഒരിക്കലും എൻ്റെ ബ്രദർ അങ്ങനെ ചെയ്യില്ല. അപ്പോൾ പോലീസ് പറയുന്നുണ്ട്, എല്ലാ പ്രാവശ്യം പോലെയല്ല, ഇപ്രാവശ്യം അങ്ങനെ ഇറക്കാൻ പറ്റില്ല, ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നഫീഷിനെ കാണാൻ വേണ്ടിയിട്ട് നഗിനും പോവാണ്. പക്ഷെ എല്ലാ പ്രാവശ്യത്തെയും പോലെ അറോഗൻ്റ് അല്ല ഇപ്രാവശ്യം നഫീഷ്, ഭയങ്കര നിസ്സഹായാവസ്ഥയിലാണ്. അപ്പോൾ പറയാണ്, ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല, എനിക്ക് എന്താ സംഭവിച്ചതെന്ന് പോലും അറിയില്ല, എന്നെ ആരോ പെടുത്തിയാന്നൊക്കെ പറയും. അപ്പോഴത്തേക്കും നഗൻ ചോദിക്കുന്നുണ്ട്, നീ സത്യം പറയുക, എൻ്റെ കണ്ണിൽ നോക്കിയിട്ട് നീ ചെയ്തിട്ടില്ല എന്നുള്ളത് നീ എന്നോട് സത്യം പറയണം എന്ന് പറയും. അപ്പോൾ അവൻ വേഗം കൈ പിടിച്ചിട്ട് പറയും, ചേട്ടാ ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല. പക്ഷേ നഗിനും ഭയങ്കര സർപ്രൈസിങ് ആവട്ടോ, കാരണം ഒരിക്കലും നഫീഷ് ഇങ്ങനെയല്ല പെരുമാറാറ്, അവരോട് ഭയങ്കര അറോഗൻ്റ് ആണ്. അപ്പോൾ അവർക്ക് ഭയങ്കര വിഷമാവും. എന്നിട്ട് അവർ വേഗം ചെന്നിട്ട് കാശ് കെട്ടിവെക്കാളൊക്കെ വെച്ചിട്ട് അവനെ ഇറക്കാൻ നോക്കുമ്പോൾ പോലീസ് സമ്മതിക്കില്ല. പറയുമ്പോൾ എല്ലാ പ്രൊസീജിയേഴ്സും കംപ്ലീറ്റ് ചെയ്തു, പക്ഷേ ഇത് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആണ്, പറ്റില്ല എന്ന് പറയും. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടിയിട്ട് ജയിലിൻ്റെ അവിടേക്ക് പോകും. അപ്പോഴത്തേക്കും പോലീസ് പറയും, പറ്റില്ല, നിങ്ങൾക്ക് അവനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയും. പക്ഷേ ആലോചിക്കണം, നമ്മുടെ രണ്ട് ട്രൂ ആൽഫകളാണുള്ളത്, അവർ ആ ഫെറമോൺസ് അങ്ങോട്ട് പുറപ്പെടുവിക്കുമ്പോഴത്തേക്കും പോലീസുകാരന് പെട്ടെന്ന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ അയാൾ ആകെ പെട്ടുപോയി. അപ്പോൾ നോക്കിയും നമ്മുടെ നഗിനും കൂടിയിട്ട് നഫീഷിനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് പറയാണ്, ഞങ്ങൾ എല്ലാ പ്രൊസീജിയേഴ്സും കംപ്ലീറ്റ് ചെയ്താണ്, എന്താവശ്യം ഉണ്ടെങ്കിലും ഞങ്ങൾ വരും, പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ ബ്രദറിനെയും കൊണ്ടുപോകും, അവൻ തെറ്റ് ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് അറിയാമെന്ന് പറയും. അങ്ങനെ അവനെയും കൊണ്ടിട്ട് അവർ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോകുമ്പോൾ അച്ഛൻ്റെ സ്വീകരണം വേറെയാണ്. എല്ലാ പ്രാവശ്യം അച്ഛൻ ക്ഷമിക്കാറുണ്ട്, പക്ഷെ ഇപ്രാവശ്യം ഓൾറെഡി നഫീഷുമായിട്ട് തെറ്റെല്ലാണ് അച്ഛൻ. അപ്പം അച്ഛൻ ചോദിക്കുകയാണ്, ഓ നന്നായിട്ടുണ്ട്, നീ എന്തായാലും വീണ്ടും നമ്മുടെ വീടിൻ്റെ പേര് കാത്തുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആർഗ്യുമെന്റ് തുടങ്ങുവാണ്. നഫീഷ് പറയുന്നുണ്ട്, ഞാൻ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അച്ഛനും അവനും കൂടി ഭയങ്കര ആർഗ്യുമെന്റ് ആകുമ്പോഴത്തേക്കും അച്ഛൻ അവനെ തല്ലാൻ വേണ്ടി നോക്കും. പക്ഷെ അപ്പോഴാണ് വീണ്ടും അടുത്ത ട്വിസ്റ്റ്, അവനെ അച്ഛൻ തല്ലാൻ നോക്കുമ്പോഴത്തേക്കും അമ്മ, അതായത് ശരിക്കും അവൻ്റെ അമ്മയല്ല, നഗിൻ്റെ അമ്മയാണ്, അവർ വന്നിട്ട് പറയും, നിർത്ത്, നഫീഷ് തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവനെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് പറയും. അപ്പോഴത്തേക്കും എല്ലാവരും ഞെട്ടും. അതായത് നഫീഷ് പോലും അപ്പോഴാണ് മനസ്സിലാക്കുന്നത് അവൻ്റെ കൂടെ എല്ലാവരും ഉണ്ട്. അതുപോലെ തന്നെ നഗിനും അവൻ്റെ കൂടെ തന്നെ നിൽക്കും. എന്നിട്ട് പറയും, അവൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും അവൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് പറയും. ഇത് കണ്ടിട്ട് നമ്മുടെ അച്ഛന് ദേഷ്യം വന്നിട്ട് നമ്മുടെ ഫാദറിൻ്റെ അടുത്തേക്ക് വരും. എന്നിട്ട് പറയും, നീ എന്നാണോ ഈ വീട്ടിൽ കയറിയത് അന്ന് തൊട്ട് തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഇതെന്ന് പറയും. അപ്പോൾ നമ്മുടെ നഗുൻ വേഗം അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി മുമ്പിലേക്ക് നിൽക്കും. പക്ഷേ ഫാത്സ പേടിക്കൊന്നുമില്ല. ഫാത്സ നേരെ മുമ്പിലേക്ക് കയറി വന്നിട്ട് പറയും, നിങ്ങളിങ്ങനെ ആര് വന്ന പ്രശ്നമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്താണോ പ്രശ്നം അത് പരിഹരിക്കാനാണ് നോക്കേണ്ടത്. നിങ്ങളുടെ കമ്പനി പ്രശ്നത്തിലായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കാരണമല്ല, ആ പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് പരിഹരിക്കണം. നിങ്ങളുടെ മകൻ്റെ പ്രശ്നം എന്താണോ അത് കണ്ടുപിടിച്ച് പരിഹരിക്കണം, അതല്ലാതെ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ അച്ഛൻ ദേഷ്യം വന്നിട്ട് പോകും. പക്ഷെ എല്ലാവരും ഭയങ്കര പ്രൗഡ്ലിയാണ് അവനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ദെൻ പിന്നെ നമ്മുടെ നൈലും ജപ്പാൻ എന്ന് പറയുന്നത് നഗിൻ്റെ കസിൻ, അവർ നമ്മളെ സംസാരമാണ്. അപ്പോൾ ഓങ്സനെ പറ്റി അന്വേഷിക്കുമ്പോഴത്തേക്കും ഓങ്സയ്ക്ക് ബോയ് ഫ്രണ്ടായ കഥയും അവർ നഗിൻ്റെ കഥയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ ചെറിയൊരു കോൺവെർസേഷനാണ്. എനിക്ക് തോന്നുന്നു കോൺവെർസേഷനിൽ നിന്ന് കൂടെ നമുക്ക് മനസ്സിലാവുന്ന ഇനി അവസാനം ഇവർ ലൈനാവുമെന്ന് അറിയില്ല. എന്തായാലും ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ.
അത് കഴിഞ്ഞ് നഗിനും നഫിച്ചും ഫാത്സയും കൂട്ടിയിട്ട് ആ കേസ് നോക്കുവാണ്. അപ്പോഴത്തേക്കും ആ തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടിയുടെ വീഡിയോ നോക്കുമ്പോഴത്തേക്കും നഫീഷിൻ്റെ കൂടെ ഇരിക്കുന്നത് കാണിക്കും. അപ്പം നഫീഷിനത് കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ആ പെണ്ണിനെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. അന്ന് അവൻ്റെ മേലിൽ ജ്യൂസ് കളഞ്ഞ പെൺകുട്ടി. അപ്പോൾ അവൻ പറയും, "അയ്യോ, ഇവളെ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് അന്ന് എൻ്റെ കണ്ടുമുട്ടിയതാണ്, പക്ഷേ എനിക്ക് വേറെ ഒരു ബന്ധവുമില്ല" എന്നൊക്കെ പറയും. അപ്പോഴത്തേക്കും ഇവർ പറയും, "അപ്പോൾ ആരോ നിന്നെ കൊടുക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണ്, നമുക്കത് അന്വേഷിക്കണം" എന്ന് പറയും. അങ്ങനെ അതോടുകൂടി ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡായിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. സോ ബൈ.